നോക്കൂ, സോഷ്യൽ മീഡിയയിലെ മോട്ടിവേഷൻ വീഡിയോസ് കൊണ്ട് തകർന്നു പോയ എത്ര ജീവിതങ്ങളും കുടുംബങ്ങളും ബന്ധങ്ങളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. സെൽഫ് റെസ്പെക്റ്റിന്റെയും സെൽഫ് ലവിന്റെയും എല്ലാം തെറ്റായ അർത്ഥതലങ്ങളെയാണ് ഇവരെല്ലാം തന്നെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇതാണ് പല ബന്ധങ്ങളുടെ തകർച്ചക്കും കാരണമായിട്ടുള്ളത്. ഒന്ന് മാത്രം സാമാന്യബോധം വെച്ച് നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്കും അവനവനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടോ അവനവനെ മാത്രം സ്നേഹിച്ചുകൊണ്ടോ അവനവനെ മാത്രം പരിഗണിച്ചുകൊണ്ടോ ഈ ഭൂമിയിൽ ജീവിതം സാധ്യമേ അല്ല. ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ടതാണ് എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡഡ് ആണെന്നുള്ളത്. പരസ്പര ആശ്രയത്തോടെ മാത്രമേ ഓരോ ജീവിക്കും ഓരോ സൃഷ്ടിക്കും ഈ ഭൂമിയിൽ നിലനിൽക്കാനാവുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് സ്വയം ഡെവലപ്പ് ആവാം, എങ്ങനെ നമുക്ക് സ്വയം കെയർ ചെയ്യാം, എങ്ങനെ നമുക്ക് സ്വയം സ്നേഹിക്കാം എന്ന് പഠിപ്പിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു അർത്ഥം തന്നെ സെൽഫ് റെസ്പെക്റ്റിനും സെൽഫ് ലവിനും ഉണ്ട്. സമൂഹ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ജസ്റ്റിഫിക്കേഷനും എക്സ്ക്യൂസസുമായി മാറിയിട്ടുണ്ട് ഇന്ന് സെൽഫ് റെസ്പെക്റ്റും സെൽഫ്